റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഹാൻഡ് ബുക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ദേശീയ ശരാശരിയായ 417 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ശരാശരി 894 രൂപ പ്രതിദിന വേതനം നേടുന്നുവെന്ന് കണക്കുകൾ. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഷീജ ചേർന്നു. ഷീജ, നേരത്തെ തന്നെ പല ഏജൻസികളിലും കേരളത്തിലെ ഈ തൊഴിൽ വേതനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ പല റിപ്പോർട്ടുകളിലും കേരളത്തിൻ്റെ പല മേഖലകളിലെയും ശ്ലാഘിക്കുന്നുണ്ട്. ഒപ്പം ഇതാ മറ്റൊന്നുകൂടി, കേരളം നമ്പർ 1. എന്തൊക്കെയാണ് ഈ RBIയുടെ ഹാൻഡ് ബുക്കിൽ പറയുന്ന വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച 2023-24 വർഷത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകളുടെ ഹാൻഡ് ബുക്ക് പ്രകാരമാണ് ഈ രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിർമ്മാണ, കാർഷികേതര മേഖലകളിൽ തൊഴിലാളികൾക്ക് ദേശീയ ശരാശരിയേക്കാൾ ഗണ്യമായ വരുമാനം കേരളത്തിൽ നേടുന്നു എന്നുള്ളതാണ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 417 രൂപയാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ശരാശരി 894 രൂപയാണ് പ്രതിദിനം വേതനമായി നേടുന്നത്. കേരളത്തിലെ സാധാരണ കർഷക തൊഴിലാളികൾ പ്രതിദിനം 807 രൂപ സമ്പാദിക്കുന്നുണ്ട്. ഇതിൽ ദേശീയ ശരാശരി എന്ന് പറയുന്നത് കേവലം 372 രൂപ എന്നത് മാത്രമാണ്. ദേശീയ ശരാശരി 371 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ കർഷകേതര തൊഴിലാളികൾ അവർ പ്രതിദിനം സമ്പാദിക്കുന്നത് 734 രൂപയാണ്. ഈ രീതിയിൽ മികച്ച രീതിയിൽ സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് വേതനം നൽകുന്ന സംസ്ഥാനം എന്ന് തന്നെയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ വികാസത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് RBIയുടെ ഹാൻഡ് ബുക്കിലും പ്രതിഫലിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.